കറുകപ്പുത്തൂരിൽ പ്രവർത്തിക്കുന്ന റുസിയ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നാടിന് നൽകുന്ന സേവനങ്ങൾ മാതൃകാപരവും പ്രശംസനീയവുമാണെന്ന് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹ്റ. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പെരിങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെയും 2024-25 അധ്യയന വർഷത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി സുഹ്റ. കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ +1 അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ടായി. +2 കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ +2 വരെ നമ്മുടെ അമ്മക്കും അച്ഛനും ഒരു സമാധാനം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത സ്കൂളിലാണല്ലോ നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കുന്നു, 4-5 മണിയാകുമ്പോഴത്തേക്കും വരുമല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. നിങ്ങൾ മക്കളെ എത്ര വലുതായാലും അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിൽ എപ്പോഴും നിങ്ങളാരാണ്? കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് കലാലയത്തിലേക്കാണ് പോകുന്നത്. കോളേജിലേക്ക് പോകുമ്പോൾ കോളേജ് ജീവിതത്തിൽ പോകുമ്പോൾ പല പ്രതിസന്ധികളും ഉണ്ടാവും. ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസിക ശക്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. രാവിലെ 7 മണിക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ പിന്നാലെ വരിപ്പോഴും വരും. അമ്മ പിന്നാലെ വന്ന് പടി കടന്നു പോകുന്നത് വരെ അമ്മ പിന്നാലെ ഉണ്ടായിരിക്കും. അന്ന് രാവിലെ 5 മണി 4 മണിക്ക് അമ്മ എഴുന്നേറ്റുണ്ടാവും. എൻ്റെ കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും ചായയും ചോറും ഒക്കെ അല്ലെങ്കിൽ അവന് വേണ്ട എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കി അമ്മ പടി കടന്നതിന് ശേഷമാണ് അമ്മ ജലപാനം ഉള്ളിലേക്ക് കൊടുക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ അമ്മമാരുടെ ഞാൻ ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ചോദിക്കാം. കറുകപ്പുത്തൂർ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ മികച്ച സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനുമായ വിജേഷ് ചാത്തന്നൂർ അധ്യക്ഷത വഹിച്ചു. കേരള പോലീസ് അക്കാദമി ASI TG ഗിരീഷ് വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. മറ്റൊരാളുടെ വിജയത്തിൽ അയാൾക്ക് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ പരീക്ഷയിൽ നേടിയ ഉന്നത വിജയത്തിൽ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും സന്തോഷമുണ്ട്, ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് റുസിയ ഗ്രൂപ്പ് നിങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തെ അറിയിക്കുകയാണ് ഈ ചടങ്ങിലൂടെ നടത്തുന്നത്. ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ്? അനുമോദനം കൊണ്ടുള്ളൊരു ഗുണം, ഇങ്ങനെ ഒരാൾ നേടിയ വിജയത്തിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ അദ്ദേഹവുമായി എൻ്റെ സന്തോഷം അദ്ദേഹത്തിൻ്റെ സന്തോഷവുമായി ഷെയർ ചെയ്യുമ്പോൾ പങ്കിടുന്ന സമയത്ത് ഇത് കാണുന്ന മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായി മാറുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? ഈ വർഷം 10ാം ക്ലാസ്സും ഈ വർഷം +2 പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഇത്തരം ഒരു ചടങ്ങ് ഒരു പ്രചോദനമായി മാറുമ്പോൾ അടുത്ത വർഷം റുസിയ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സംരംഭങ്ങളോ നടത്തുന്ന ഇത്തരം പരിപാടിയിൽ ഞങ്ങളും ഇവിടെ സന്നിഹിതരാകണം എന്ന ഒരു തോന്നൽ, ഒരു കരുതൽ, ഒരു ചിന്ത ആ കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അതിനുവേണ്ടി ഒരു പരിശ്രമം ആ കുട്ടികളുടെ ഭാഗത്തു ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതാണ് അതിലുണ്ടാകുന്ന മറ്റൊരു നേട്ടം. റുസിയ ഗോൾഡൻ ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ VM കരീം, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ K ബീന, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CJ ശശീന്ദ്രൻ, വ്യാപാരി സമിതി പ്രസിഡന്റ് KM ഉമർ, AV രാജേന്ദ്രൻ, P കോയക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. റുസിയ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജർ ഷൈൻ സുകുമാരൻ, റുസിയ ഗ്രൂപ്പ് കൺട്രോളർ അംബിക, കാർത്തിക് ശങ്കർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി.
റുസിയ ഗ്രൂപ്പിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കറുകപ്പുത്തൂരിലെ റുസിയ ഗോൾഡൻ ഡയമണ്ട് തയ്യാറാക്കിയ പുതിയ ലോഗോ പ്രകാശന കർമ്മം തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ നിർവഹിച്ചു. കഴിഞ്ഞ 32 വർഷത്തോളമായി സ്വദേശത്തും വിദേശത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായി നിൽക്കുന്ന 55-കാരനായ കറുകപ്പുത്തൂർ സ്വദേശി VM കരീം 1991 ഖത്തറിലെ ദോഹയിൽ ചെറിയ ഒരു കഫ്റ്റീരിയയിൽ തുടങ്ങി 95-96 കാലഘട്ടം മുതൽ പുതുതായി റുസിയ ഹാർഡ്വെയർ എന്ന പേരിൽ ബിൽഡിംഗ് മെറ്റീരിയൽ സെയിൽസ് ബിസിനസ്സിലേക്ക് മാറുകയും ചെയ്തു. പിന്നീടങ്ങോട്ട് വളർച്ചയുടെ കാലമായിരുന്നു. ഖത്തറിൽ കൂടാതെ സൗദി അറേബ്യ, ബഹ്റൈൻ, ദുബായ് എന്നിവിടങ്ങളിലും ഈ കാലയളവിൽ റുസിയ ഗ്രൂപ്പിന് ബിസിനസ് സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞുവെങ്കിലും കോവിഡ് എന്ന മഹാമാരി ലോകത്തെ ആകമാനം വിഴുങ്ങിയപ്പോൾ അത് കരീമിന്റെ ബിസിനസിനും തകർച്ചയുടെ രുചി അറിയേണ്ടി വന്നു. തന്മൂലം സാമ്പത്തിക ബാധ്യത ഏറി വന്നപ്പോൾ ഖത്തറിലേതൊഴിച്ച മറ്റു ഗൾഫ് നാടുകളിലെ എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ടി വരികയും 400ഓളം തൊഴിലാളികളുണ്ടായിരുന്ന റുസിയ ഗ്രൂപ്പിന് ഏറെക്കുറെ തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടിയും വന്നു. എന്നാലും തൊഴിലാളികളുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി 100 കണക്കിന് തൊഴിലാളികളെ കൂടെ നിർത്തി അവരെ ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്നു. 32 വർഷമായി ദോഹയിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന 8 സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 26 വർഷമായി സ്വദേശമായ കറുകപ്പുത്തൂരിലെ റുസിയ ഗോൾഡൻ ഡയമണ്ടും ആതുര സേവന രംഗത്ത് 10 വർഷമായി പട്ടാമ്പിയിലെ റുസിയ ഹെൽത്ത് കെയറും ചേർത്ത് റുസിയ ഗ്രൂപ്പിന്റേതായി നിലവിൽ 10 സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്വർണം വാങ്ങുവാൻ പ്രത്യേക അഡ്വാൻസ് സൗകര്യവും മാസത്തവണ സ്കീമുകളും, കല്യാണ പാർട്ടികൾക്ക് 2.5% മുതൽ പണിക്കൂലിയും, 4 മാസത്തെ സ്ഥിര നിക്ഷേപത്തിലൂടെ പണിക്കൂലിയില്ലാതെ സ്വർണം വാങ്ങാനുള്ള സൗകര്യങ്ങളും റുസിയ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിട്ടുണ്ട്. തന്റെ വരുമാനത്തിൽ നിന്നും വർഷാവർഷം 25 ലക്ഷം രൂപയോളം ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാറ്റിവെക്കുന്ന റുസിയ ഗ്രൂപ്പ് ചെയർമാനായ VM കരീമിന്റെ ഭാര്യയാണ് ഐഷ. ഹസീന, ആഷിഖ്, ഹസ്ന എന്നിവർ മക്കളുമാണ്. മകൻ ആഷിഖ് ഖത്തറിലെ റുസിയ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുമ്പോഴും 55-കാരനായ കരീം വിശ്രമമില്ലാതെ നാട്ടിലുള്ള ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം വർഷത്തിൽ 1-2 തവണ വിദേശ നാടുകൾ സന്ദർശിക്കുകയും അവിടെയുള്ള ബിസിനസിന്റെ കാര്യങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ റുസിയ ഗ്രൂപ്പിനുണ്ടായ വളർച്ചയിൽ ഗ്രൂപ്പിനോടൊപ്പം ചേർന്നു നിന്ന സഹപ്രവർത്തകരുടെയും മാനേജ്മെന്റിന്റെയും പ്രവർത്തനങ്ങളെ എടുത്തു പറയേണ്ടതാണെന്ന് റുസിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ VM കരീം പറഞ്ഞു. ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് 26 വർഷമായി റുസിയ ഗോൾഡൻ ഡയമണ്ട്സ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ചായിട്ട് അടുത്ത 1-2 ബ്രാഞ്ച് കൂടി തുറക്കാനുള്ള ഒരു പ്രവണത വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലോഗോ ചേഞ്ചസ് ഇപ്പോൾ വരുത്തിയത്. അപ്പോൾ അതിൻ്റെ പുതിയ ലോഗോ ആണ് ഇപ്പോൾ നമ്മൾ ഇന്ന് അനാവരണം ചെയ്തത്. നമ്മളൊരൊട്ടനവധി കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങൾക്കും സമൂഹത്തിലും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കർത്തവ്യമാണ് ഇപ്പോൾ ഇന്ന് നടന്ന കുട്ടികളുടെ ഈ മെഡൽസ് കൊടുക്കുന്നതും +2 SLC A+ കിട്ടിയ കുട്ടികൾക്കുള്ള ഉപഹാരവും, അതുപോലെ തന്നെ നമ്മൾ അവർക്ക് ഫർദർ സ്റ്റഡി എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വല്ല ലൈബ്രറി ബുക്സ് അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഇവിടെ ഉദ്ദേശിച്ച കാര്യം. അത് വളരെ ഗംഭീരമായി നടന്നു എന്ന് ഉദ്ദേശിക്കുന്നു. എല്ലാവരും അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. തന്റെ കരങ്ങളിൽ ദൈവം ഏൽപ്പിക്കുന്ന ധനം തനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും തന്റെ ചുറ്റുപാടുമുള്ള പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണെന്നും കരീം ഉറച്ചു വിശ്വസിക്കുന്നു. ബിസിനസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്.